ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാം. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെൻവുഡിൻ്റെ TM281 144 മെഗാഹെർട്സ് FM ട്രാൻസീവറിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇത് നമ്മുടെ ഹാം റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ടാണ് സംഗതി. ഇപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത് അമേരിക്കയിൽ നിന്ന് വരുത്തിയാണ്. അപ്പോൾ നമുക്ക് പെട്ടി പൊട്ടിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ പെട്ടി, അമേരിക്കയിൽ നിന്ന് വന്ന പെട്ടി. ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ പണ്ട് നമ്മൾ ദൂരദർശനൊക്കെ, മലയാളം ദൂരദർശനൊക്കെ തുടങ്ങിയ എന്ന് പറഞ്ഞാൽ ഒരു 1980 അവസാനങ്ങളിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, കര്യാളി വിലാസം ലോഡ്ജ് എന്ന് പറഞ്ഞു. അതൊരു TV കൊണ്ട് തന്നെ സീനുണ്ട്. ഒരു വലിയ പെട്ടി ഇങ്ങനെ കാണിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരുന്ന് കഴിയുമ്പോൾ ഒരു വലിയ പെട്ടി വരും. ആ വലിയ പെട്ടി കണ്ട് കൊണ്ടുവന്ന് വെച്ച് ഓരോ പെട്ടിയും തുറന്ന് അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരു ചെറിയ TV എന്ന് പറഞ്ഞ പോലെ. പെട്ടി കണ്ട് വലിയ സാധനമാണെന്ന് വിചാരിക്കണ്ട, അതൊരു അത്യാവശ്യം ചെറിയ ഇത് തന്നെയാണ്. നമ്മുടെ എന്താ പറയുക, പണ്ടത്തെ കാർ സ്റ്റീരിയോ പോലത്തെ ഏകദേശം അതേപോലത്തെ സൈസുള്ളൊരു സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ പാക്കിങ് അത്രയും ദൂരം വന്നല്ല, അതിന് വേണ്ടിയിട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് വാങ്ങാം. യൂബൈയിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ. ഇത് ടാക്സും ഡ്യൂട്ടിയും എല്ലാം അടക്കം ഏകദേശം 25 താഴെ, കറക്റ്റ് ഇപ്പോൾ വില ഞാൻ ഓർക്കണില്ല, 25 താഴെ വന്നു. ട്രാൻസ്പോർട്ടേഷനും മറ്റേ കസ്റ്റംസ് ഡ്യൂട്ടി എല്ലാം കൊടുത്ത്. പറഞ്ഞ പോലെ തന്നെ എൻ്റെ പുറകിലൊരു സാധനം ഉണ്ടാവില്ല, അത് ഞാൻ നോക്കിയില്ല. പാക്കിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായി. എന്താണെന്ന് വെറുതെ ഒന്ന് നോക്കിയേക്കാം. എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യണല്ലേ. അമേരിക്കൻ പതാകയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത് എൻ്റെ ഏകദേശം ബില്ലാണെന്ന് തോന്നുന്നു, യൂബൈയുടെ ബില്ലാണ്. അമേരിക്കൻ ഡോളറിലാണ് 156.95 USD, ഷിപ്പിംഗ് ചാർജൊക്കെ അടക്കം. Kenwood Transceiver TM281A 144 MHz Transceiver, UBNA distribution LCC, ship from vendor Ubuy Co design. അപ്പോൾ അതൊക്കെ എടുക്കട്ടെ, നമുക്ക് സാധനം നോക്കാം. ഇതും ബില്ലാണ്, മറ്റൊരു ബില്ലാണ്, എൻ്റെ കോപ്പിയാണത്. എന്താ ഞാൻ പറഞ്ഞല്ലേ, ഇതൊക്കെ വെറുതെ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് സാധനം. ഇതൊക്കെ വെറുതെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സംഗതി. കണ്ട, Kenwood TM281A 144 MHz ട്രാൻസീവർ. ഓക്കെ, അപ്പോൾ ഇതെടുത്ത് നമ്മൾ വലിയ പെട്ടി മാറ്റാം. ഇതിനി പൊട്ടിക്കാം. പൊട്ടിച്ച് വെച്ചേക്കാണോ? ഇല്ല, അത് ഇവിടെയാണ് പൊട്ടിക്കണേ. ഓക്കെ, ഇവിടെ പൊട്ടിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോന്ന് പൊട്ടിക്കുകയാണ്. ഇതെടുത്തു. ഓക്കെ, ഇതെടുത്തു. പറഞ്ഞ പോലെ അവരുടെ മാനുവലാണ്. ഒരു അത്യാവശ്യം വിവരങ്ങളൊക്കെ അടങ്ങിയൊരു വലിയ മാനുവലാണ്. വായിച്ച് നോക്കണം എന്തായാലും. ഉണ്ടോ, അടിപൊളിയായിട്ട് എല്ലാ ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടുണ്ട്. 3 ഭാഷയുണ്ട്, ഇംഗ്ലീഷ്, പിന്നെ എന്തൊക്കെയാണെന്ന് ദൈവത്തിന് അതറിയില്ല. 3 ഭാഷയിലുള്ളതുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇരിക്കട്ടെ. പിന്നെ കോഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ അറ്റൻഷൻ, പ്രിക്കോഷൻ ഒക്കെ എടുക്കാനുള്ളത് 3 ഭാഷയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാറണ്ടി കാർഡ്,
അതൊന്ന്. ഓക്കെ, പിന്നെ അടുത്തത് നോക്കാം. നമ്മുടെ സംഗതി ഇതാണ്, നമ്മുടെ കെൻവുഡ് ട്രാൻസീവർ. ഓക്കെ, ഇത് ഫ്യൂസാണ്. അത് 15 ആമ്പിയർ ആയിരിക്കും ഇത്. ഓക്കെ, പവർ കൊടുക്കാനുള്ളത് കെൻവുഡ്. കണ്ടോ, കെൻവുഡ് പണ്ടത്തെ ഒരു പരസ്യമല്ല, നാമം മാത്രം ധാരാളം എന്നൊക്കെ പറഞ്ഞ പോലെ. Kenwood 144 MHz FM transceiver, DC 13.8 volt, maximum 14 ആംബിയർ വരെ ഇത് എടുക്കാം. അതുകൊണ്ട് 15 ആംബിയർ ആണ് ഇതിനകത്ത് ഉണ്ടാവുക എന്ന്. അത് തന്നെ ഉണ്ട്, ഫ്യൂസ് 15 ആംബിയർ ആണ്. ഇത് ചെറിയ ഡബി ക്യാമറയിലൊക്കെ വന്ന ടൈപ്പുള്ള ഒരു ഫ്യൂസും അതിൻ്റെ കാരിയറുമാണ്. അപ്പോൾ പാക്ക് കാണിച്ചു. ഇത് നമ്മുടെ UHF ഫീമെയിൽ കണക്ടർ. ഇത് പവർ കൊടുക്കാനുള്ളത്. ഇത് സ്പീക്കർ ലൈൻ കൊടുക്കാനുള്ളത്, എക്സ്റ്റേണൽ സ്പീക്കർ കൊടുക്കാനുള്ളത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട്. അപ്പോൾ ഇത് പിന്നെ സൈഡിങ്ങനെ സന്ദേശം, അത് സ്ക്രൂവിൻ്റെ ഒരു ഡയമെൻഷനാണ്. സൈഡിലിങ്ങനെ തന്നെ കെൻവുഡ്. ഇനി ഫ്രണ്ട് TM281 മെനു. ഇവിടെ നമ്മുടെ മൈക്ക് ഫിറ്റ് ചെയ്യാനുള്ളത്, പിന്നെ സ്വിച്ചസ്. അപ്പോൾ ഇത് ഏകദേശം കണ്ടല്ലോ. ഇനി അടുത്തത് എന്താ നോക്കാം, ബാക്കി സാധനങ്ങൾ നോക്കാം. ഇതാണ് എൻ്റെ മൈക്ക്. പോരട്ടെ. ഇതാണ് മൈക്ക്. ഓക്കെ, കെൻവുഡ് സ്വിച്ചൊക്കെ അടിപൊളിയാണ്. ഇത് മൈക്ക് ഹോൾഡറാണ്. അത് ഹോൾഡ് ചെയ്ത് നമുക്ക് തൂക്കിയിടാനായിട്ട്. ഇതാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യണത്. നമുക്ക് നേരത്തെ കാണിച്ചില്ല, സ്ലോട്ടിനകത്തോട്ട് കണക്ട് ചെയ്യണം മൈക്ക്. പിന്നെ നമുക്ക് വയർ അതിനകത്തോട്ട് നമ്മുടെ കണക്ട് ചെയ്യാനായിട്ടുള്ള, നമ്മുടെ പവർ കണക്ട് ചെയ്യാൻ. ഇതത് പവർ കണക്ട് ചെയ്യാനുള്ളത്. ഈ 2 ഫ്യൂസ് എനിക്ക് തോന്നുന്നത് ഇത് 20 ആംബിയർ ഫ്യൂസ് ആയിരിക്കും. അത് തന്നെ 20 ആംബിയർ ഫ്യൂസാണ് ഇത് രണ്ടും. നെഗറ്റീവിലും പോസിറ്റീവിലും ഒരു സെപ്പറേറ്റ് ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രൂ ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂ, പിന്നെ ഒരു ഫ്യൂസ്. അത് എത്ര ആംബിയർ ഫ്യൂസാണെന്ന് അറിയില്ല, 15 ആംബിയർ ആയിരിക്കണം. 15 ആംബിയർ ഫ്യൂസ് ഉണ്ട്. പിന്നെ ഇത് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള മൈക്ക് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഇതിനകത്ത് തൂക്കിയിടാം. അപ്പോൾ പിന്നെ ഇത് ഫിറ്റ് ചെയ്യാനുള്ള, അതായത് നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഉള്ള ഒരു ഫ്രെയിം, എന്താ അതിനപ്പോൾ ബ്രാക്കറ്റ് എന്ന് അങ്ങനെയാണ്ടൊക്കെ പറയണത്. ഓക്കെ, ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഇരുന്നോളും. എന്താ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഈ സാധനം ഇതിനകത്ത് ഇരുന്നാൽ, ഇത് എവിടെയെങ്കിലും നമ്മൾ ഫിറ്റ് ചെയ്യുക, ഇതിനകത്ത് ഫിറ്റ് ചെയ്യുക, സംഗതി ഇരുന്നോളും. അപ്പോൾ ഇതാണ് അൺബോക്സിങ് വീഡിയോ. പിന്നെ ഇത് വർക്ക് ചെയ്യിപ്പിക്കണം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും സംഗതി കണ്ട് മനസ്സിലാവും. അപ്പോൾ ഒരു ഹീറ്റ് സിങ്ക് 1.5 കിലോ വേണമെന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ കനം മുഴുവൻ ഹീറ്റ് സിങ്കിലാണ്. എത്ര അതിൻ്റെ ഫുള്ള് കനം തന്നെ, സർക്യൂട്ടൊന്നും അധികം കാണുന്നില്ല. ഓരോണൊക്കെ ഫിറ്റ് ചെയ്യുക, കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അൺബോക്സിങ് വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ സാധനങ്ങളെല്ലാം ഞങ്ങൾ കണ്ടു, എന്തൊക്കെയാണെന്നുള്ളത് കണ്ടു. മൈക്ക് അതേപോലുള്ള സംഗതികൾ എല്ലാം ഞങ്ങൾ കണ്ടു. മൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, മൈക്കിൻ്റെ ഇത് ഇവിടെ നോക്കിയിട്ട് ഫിറ്റ് ചെയ്യുക. 45-ൻ്റെ ആ ഒരു സംഗതിയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ള സംഗതി ഉണ്ട്. ഇതൊരു ലോക്ക് പോലെ ഉണ്ട്, അത് ലോക്കാക്കിയിട്ടാണ്.
അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അൺബോക്സിങ് വീഡിയോ കെൻവുഡ് TM281A 144 MHz FM ട്രാൻസീവറിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു തംസ് അപ്പ്. ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ ഇട്ട് ചെയ്യാം. വർക്ക് ചെയ്യണത് മറ്റൊരു വീഡിയോ ഇട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗുഡ് ബൈ. ഓക്കെ.